എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉച്ചഭക്ഷണത്തിന്റെ വീഡിയോ ആണ്. ഉച്ചഭക്ഷണത്തിൽ ഇന്നുള്ളത് ചക്ക കൂഞ്ഞു വെച്ചിട്ടുള്ള ഒരു കറിയും മഷ്റൂമും ക്യാപ്സിക്കവും കൂടെയുള്ള ഒരു ഐറ്റവും ചുരക്കയും ചെറുപയറും കൂടെ വെച്ചിട്ടുള്ള ഒരു കറിയുമാണ്. പാലക്കാടുകാരുടെ ഒരു കറിയാണ്. അമ്മയാണ് എനിക്കത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആ കറിയുടെ റെസിപ്പി ഇതിനകത്ത് ഇടുന്നില്ല, കാരണം ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ ഏറോ മാർക്കിട്ട് കാണിച്ചിരിക്കുന്നതിനെയാണ് ഞങ്ങൾ ചക്കക്കൂഞ്ഞ് എന്ന് പറയാം. നിങ്ങളും അങ്ങനെ തന്നെയാണോ പറയാറുള്ളത്? ചക്കയുടെ ആ മുള്ളൊഴികെയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് എടുത്തിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ചക്കക്കൂഞ്ഞ് ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ വീണ്ടും നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടാം. ഇതേപോലെയാണ് കറിയിലേക്ക് എടുത്തു വെക്കേണ്ടത്. ചില കൂഞ്ഞ് നല്ലപോലെ കട്ടിയുള്ളതായിരിക്കും. ആ കട്ടിയുള്ള കൂഞ്ഞിനേക്കാൾ കൂടുതൽ സ്വാദുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള കൂഞ്ഞാണ്. അതിനകത്തേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് നടുകെ കീറിയതെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കണം. നമ്മൾ പിന്നീട് മുളക് പൊടിയും ചേർക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ പച്ചമുളക് എടുക്കാൻ. കൂഞ്ഞ് ആദ്യം വേവിക്കാൻ വെക്കണം. ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്തായിട്ട് ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പട്ട, 1-2 ഏലക്കായ, 1-2 ഗ്രാമ്പൂ അതും കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. പട്ട ഗ്രാമ്പൂ ഒന്നും നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട, വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറേ കഴിയുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പകുതി വേവായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് വളരെ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് പെരിഞ്ജീരകം ചേർക്കേണ്ട ആവശ്യമില്ല. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വന്ന ശേഷം അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1-1.5 പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക്, ഒരു 10-20 മണി കുരുമുളകാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി ഇതും കൂടെ ചേർത്ത് തേങ്ങയൊന്ന് ചുവക്കനെ വറുത്തെടുക്കാം. തേങ്ങ ചുവന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ അവിടെ വെന്തിട്ടുണ്ട്. ഇനി ആ തേങ്ങയൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അരച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ആ തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ച ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചു നേരം ഇരിക്കും തോറും ഒന്ന് കട്ടിയാവും, കാരണം ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടുള്ളതാണ്. മൺചട്ടിയിലുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ കട്ടിയാവും എന്തായാലും. ചിലർക്ക് ഒഴിച്ചു കറി എന്ന് പറയുമ്പോൾ നല്ലോണം വെള്ളം പോലെ ആയിരിക്കും വേണ്ടിവരിക. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം വയ്ക്കാം. ഈ ഒരു സമയത്ത് ഗരം മസാല അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മല്ലിയില ഇട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ അതങ്ങനെ ഓഫ് ചെയ്യാം. ഇവിടെ ചക്കക്കൂഞ്ഞ് കറി റെഡിയായി. ഇനി നമുക്ക് മഷ്റൂം ഉണ്ടാക്കുക എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. 2 പാക്കറ്റ് മഷ്റൂമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. മഷ്റൂം കുറച്ചു നേരം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ മുറിച്ചിടാം. ഇതിനകത്തേക്ക് 3 കളറ് ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. മുഴുവനായിട്ട് ചേർത്താലും കുഴപ്പമില്ല, ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്യാപ്സിക്കം പച്ച മാത്രം ചേർത്താലും മതി, 3 കളറും ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഇനി ക്യാപ്സിക്കത്തിൻ്റെ സ്വാദ് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ക്യാപ്സിക്കം ഇല്ലാതെ ക്യാപ്സിക്കം കൂടെ ചേർക്കുമ്പോഴാണ് അതിന് കൂടുതൽ സ്വാദായിട്ട് തോന്നുന്നത്. 2 വലിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അധികം എരിവില്ലാത്ത 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഉള്ളി, ഇഞ്ചി, ക്യാപ്സിക്കം എല്ലാം തന്നെ നമ്മൾ നീളത്തിലാണ് ഇവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത്. പച്ചമുളക് ചരിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വലിയുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം അതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, മഷ്റൂം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഇതിൽ കൂടുതൽ മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പാചകത്തിൽ തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും ഉണ്ടാക്കിയെടുക്കാൻ. മഷ്റൂം വെന്ത് വരുമ്പം തന്നെ അതിനകത്തുനിന്ന് നന്നായിട്ട് വെള്ളം വരും. അതുകൊണ്ട് അതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. അതേപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയും വേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ അത് വേവിച്ചെടുക്കാം.
ആദ്യം ഇതിനകത്ത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ 3 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. അതും അധികം എരിവുണ്ടായിരുന്നില്ല അത്. ഇനി നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ആ ഒരു പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ മാത്രം ഒരു എരിവായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. വേറെ മുളക് പൊടിയൊന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. എപ്പോഴും ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് തന്നെ അതിനകത്ത് വെള്ളം വന്നത് കണ്ടില്ലേ? ഇതിലിപ്പോൾ കുരുമുളക് പൊടി പോരാന്ന് തോന്നിയിട്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ ഉപ്പും ആവശ്യമാണെങ്കിൽ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആ വെള്ളവും കൂടെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴേക്കും മഷ്റൂം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. കൂഞ്ഞ് കറി, മഷ്റൂം പെപ്പർ റോസ്റ്റ്, അച്ചാറ്, ചുരയ്ക്ക ചെറുപയർ കറി, തൈര്, ഇതൊക്കെയായിരുന്നു ഈ ഒരു ഉച്ചയൂണിനുണ്ടായിരുന്നത്. തൈര് ഇതിനകത്ത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.